പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കൊറോണ കാലം നമ്മുടെ എല്ലാം ഓർമ്മയിലുള്ള ഒരു ജീവിതകാലമാണ്. ആ സന്ദർഭത്തിലാണ് നമ്മുടെ വിരസമായ നിമിഷങ്ങളിൽ ഒരു മനുഷ്യൻ നമുക്കിടയിലേക്ക് കയറി വന്നത്. അയാളുടെ തോളിൽ ഒരു തോർത്തുണ്ടായിരുന്നു, ചെവിയിലൊരു ഫോണും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം നമ്മളോട് മറ്റൊരാളോടെന്ന പോലെ സംസാരിക്കുകയായിരുന്നു. അപ്പുറത്തൊരു മനുഷ്യൻ നിൽക്കുന്ന അയാളോട് സംസാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ നമുക്ക് പ്രിയപ്പെട്ട ഒരാളായി തീർന്നു. അങ്ങനെയാണ് മണിയൻ സ്പീക്കിംഗ് എന്ന് പറയുന്ന പരിപാടി നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഏറെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ആ പരിപാടിയെ കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പറയുന്ന കഥകൾ, ഈ പറയുന്ന മനുഷ്യർ, ജീവിത സന്ദർഭങ്ങൾ, അതിലെ നർമ്മം, അതിലെ ഭാഷ, ഇതെല്ലാം തന്നെ എനിക്കും പരിചിതമാണ്. എൻ്റെ നാടിൻ്റെ ഭാഷയും എൻ്റെ നാടിൻ്റെ കഥകളുമാണ് മണിയൻ സ്പീക്കിംഗ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. നല്ല നർമ്മത്തോടുകൂടി ജീവിതത്തിൻ്റെ ചില രസകരമായ മുഹൂർത്തങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അതൊരു ലളിതമായൊരു കാര്യമായി എനിക്ക് തോന്നിയിട്ടില്ല. ഒട്ടും ലളിതമല്ല അത്, അങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. എത്രയോ ശ്രമം വേണം അതിന്. പക്ഷേ ഈ തോളിലൊരു തോർത്തും ചെവിയിലെ ഈ ഫോണും ഇട്ട മനുഷ്യൻ നമുക്ക് മുന്നിൽ ആരെന്ന് പറയാതെ തന്നെ, ഇല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇയാൾ ആരാണ്, മണിയൻ സ്പീക്കിങ്ങിലെ മണിയനാണ് എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നുണ്ട്. അത്രമേൽ ജനപ്രിയമായി തീർന്ന ഒരു പരിപാടി ആണ് മണിയൻ സ്പീക്കിംഗ്. അത് 125 ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും നമ്മളെ ചിരിപ്പിക്കാനായി, ചിന്തിപ്പിക്കാനായി അത് തുടരട്ടെ. ഞങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കാൻ താങ്കൾ ഇനിയും ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. നന്ദി.